കഴിഞ്ഞ ദിവസം സാബുചേട്ടൻ ഒരു ഇന്റർവ്യൂ തന്ന സമയത്ത് സാബുചേട്ടൻ പറഞ്ഞു പുള്ളി അവിടെ പോയിട്ട് കുറച്ച് ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് കളി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. അങ്ങനെയാണോ? കളി കഴിഞ്ഞ ആഴ്ച തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? അങ്ങേര് ഹിന്റ് കൊടുത്തവര് കളി തുടങ്ങിയെന്ന് അങ്ങേര് പറഞ്ഞു. അതെ, ആ ചുമ്മാ അടിച്ചാ. അങ്ങേരോട് ചോദിച്ചപ്പോ അങ്ങേര് ഒന്നും കൊടുത്തില്ല എന്ന് ആദ്യ ഗ്രൂപ്പ് പറഞ്ഞു. പുള്ളി എന്റെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ക്ലിക്ക് ബൈറ്റ് പറഞ്ഞത് അത്രേ ഉള്ളൂ. അങ്ങനെ ഹിന്റ് കൊടുത്ത് കളി തുടങ്ങാൻ പിറ്റേ ദിവസം തുടങ്ങില്ലേ? അല്ല, പിറ്റേ ദിവസം തൊട്ട് കളി തുടങ്ങിയെന്ന് പറഞ്ഞു. കളി തുടങ്ങിയത് ഇപ്പഴാ 75 ദിവസം നോക്കുമ്പോ അപ്പോഴാണ്. അത് സാബുമാൻ ഹിന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ടൊന്നും അല്ല. ഹിന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ടുള്ള കളികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര തെറിച്ച് നിൽക്കുന്ന കളികളൊന്നും അല്ല. കളികളുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ഓബിയസ്ലി കളികൾ വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഇമീഡിയറ്റ്ലി വീട്ടുകാരും വന്നു. അതെ, അപ്പൊ അതെല്ലാം കൂടിയുള്ള കളികൾ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ നടക്കുന്നതാണ് അത്. പുറത്തുനിന്ന് അറിഞ്ഞുകൊണ്ടുള്ള വിഷയങ്ങളും അല്ല ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് പേഴ്സണൽ ഗ്രഡ്ജാണ്. പലരും തമ്മിലുള്ള പേഴ്സണൽ ഗ്രഡ്ജും പിന്നെ ഒരാളെ കുത്തിയിട്ട് അടുത്താക്കി കയറി പോകാനുള്ള പരിപാടി. ഷോ അങ്ങനെയാണല്ലോ. അതെ, അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ട്. ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി സായിനെ ഞാൻ ഈ പാതിരാത്രിക്ക് ഇവിടെ വിളിച്ചിരുത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിവിൻ, അനുമോൾ, ഷാനവാസ് വിഷയങ്ങൾ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആളാന്ന് സായിക്കറിയാലോ. അതിനകത്ത് എല്ലാവരും ഒരേ അഭിപ്രായം. സായി മാത്രം വേറെ സൈഡിലേക്ക് പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താ സായ ഇങ്ങനെ? അതായത് എല്ലാവരും ഒരു വഴിക്ക് വന്ന് ഞാൻ വേറെ വഴിക്ക് പോകാന്നുള്ളൊരു ചിന്തയിലാണ്. ശരിക്കും അനുമോളുമായിട്ട് എന്താ എതിർപ്പ്? എന്താ? ഒരു എതിർപ്പില്ല. എനിക്ക് അനുമോളുടെ ആ ഒരു ഗെയിം ഇഷ്ടമല്ല. അനുമോൾ ആസ് എ ക്യാരക്ടർ ഇൻ ബിഗ് ബോസ് എനിക്ക് കൺവിൻസിങ് അല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങളാണ്. അതിപ്പോ ഏത് രീതിയിൽ ആരും എടുക്കുക. അപ്പൊ ഞാൻ ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറയാറ്, അത് എന്റെ പെർസ്പെക്റ്റീവാണ്. അതന്നെ ആവണമെന്നില്ല ബാക്കിയുള്ളവരത്. ഞാൻ നോക്കുന്ന സമയത്ത് എന്താ നെവിൻ ഷാനവാസിന്റെ ഒരു ഇഷ്യൂവിനകത്ത് ഞാൻ കാണുന്ന കോർ റീസൺ എന്ന് പറയുന്നത് അനുമോളാണ് തുടക്കട്ടത്. പാത്രം കഴുകില്ല. അനുമോള് പറയാ ഞാൻ കഴുകില്ല. പക്ഷെ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സൂമിൽ അത്രയും നല്ല സൂമിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിച്ചിട്ടില്ല. അതായത് ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ അത് നോക്കുമ്പോൾ ഒരു ചെറിയ പൊടിയാണ്, വരാൻ പാടില്ല, ചെറിയ പൊടിയാണ്. പക്ഷേ ഇപ്പൊ സാമാന്യ ഒരു ഇത് മര്യാദയുള്ള ആൾക്കാർ, ഇവൻ അനുമോളാണെങ്കിലും ജസ്റ്റ് കഴുകിയിട്ട് അത് ചെയ്യില്ലേ? കാരണം എന്താ, തലേ ദിവസം ഇവര് ഫുഡ് ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് കോലാഹലം ഉണ്ടാക്കിയോ? തീർച്ചയായിട്ടും ടാസ്ക് നടക്കുന്ന ദിവസം TTF ആണ്. ആ വീട്ടിൽ ഓൾറെഡി ഡിന്നർ ആണ് ഇവർക്ക് മിസ്സായത്. അതായത് ലഞ്ച് വഴുകി ഡിന്നറിന്റെ സമയത്ത് ഇടയിൽ കഴിച്ചുപോയി. ഇവരാരും ആ ടീമിനോട് ചോദിച്ചിട്ടില്ല, പയ്യന്മാരോട് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവരത് പിറ്റേ ദിവസം കണ്ടന്റ് ആക്കി. ഇവർക്കെതിരെ ഒരു സാധനം 3 ക്യാപ്റ്റന്മാരുന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പട്ടാ ഗേൾസിന് പൊട്ടി. 100 ഒരു പണി എടുത്തിട്ടില്ല. ഇന്ന് ലൈവ് കണ്ടവർക്ക് അറിയാം. ഇന്ന് കറന്റ് ഡേറ്റ് ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് വരെയുള്ള ലൈവിൽ എനിക്കറിയാം ടോയ്ലറ്റിന്റെ സൈഡിലെ ടിഷ്യൂ പേപ്പറിന്റെ കൂമ്പാരം കൂടി കിടക്കുന്നു. അനുമോളുടെ ബെഡിന്റെ സൈഡിലെ ഡ്രസ്സ് കൂടി കിടക്കുന്നു. അത് പക്ഷെ അതിന് മുന്നേ ഉണ്ടല്ലോ സായി. ഇല്ലല്ലോ, കൂടി കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഉണ്ടല്ലോ. എത്ര ആളുണ്ടായിരുന്നു വീട്ടില്? മുന്നേ കുറെ ആളുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ 10 പേരിലേക്ക് ഒതുങ്ങിയ പേരുള്ള സമയത്ത് എങ്ങനെ അറിയോ? 10 പേരുള്ള സമയത്ത് ഞങ്ങൾക്കൊക്കെ, ഞാനൊക്കെ ഉള്ള സമയത്ത് 10 പേരുള്ളപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ്. വീട് വളരെ ക്ലീൻ ആയിരിക്കും. ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വെസൽസിന്റെ എണ്ണം കുറവായിരിക്കും. ഈസി ആയിട്ട് വീട് മാനേജ് ചെയ്യാൻ പറ്റും. എണ്ണം കൂടുതലുള്ളപ്പോ പോലെയല്ല, എണ്ണം കുറവുള്ളപ്പോ. ഈ 3 പേര് ക്യാപ്റ്റന്മാരായ സമയത്ത് നൂറ പ്രഖ്യാപിച്ചു എന്ത് നൂറയുടെ സൈഡ് തന്നെയാണ് ആദില, അനുമോള്. അതിലേക്ക് ഷാനവാസും കൂടി ഉണ്ട്. കൂടി ഒരു പണി അവരെടുക്കുന്നില്ല. ഈ 3 പേര് എതിർക്കണം. പാരലായിട്ട് അവർക്ക് വേറൊരു അടുക്കള റൺ ചെയ്യണം. ഈ 3 പേര് അവരെന്ത് ചെയ്യില്ല, ഒരു കാര്യത്തിനും അടുപ്പിക്കില്ല. ഇവരെ ക്യാപ്റ്റൻസി പൊട്ടിക്കണം. ഇതാണ് അവരുടെ അജണ്ട. അനുമോൾ ആ വീട്ടിൽ ഇന്നേ വരെ ക്യാപ്റ്റൻ ആയിട്ടില്ല. അതിന്റെ ദേഷ്യം നന്നായിട്ടുണ്ട്. ആദില നോറയ്ക്ക് അക്ബറിനോട് തീർത്താ തീരാത്ത വൈരാഗ്യമാണ്. ഇതെല്ലാം കൂടി അവരെടുത്ത് അലക്കി. ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കച്ചറ തുടങ്ങി. ഫുഡിന്റെ വിഷയം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഇടയ്ക്ക് കയറാം. പക്ഷേ സാധാരണ ഈ നിവിനാണെങ്കിലും ആര്യനാണെങ്കിലും ഇതിനു മുമ്പ് ഫുഡ് ലേറ്റ് ആവുന്ന സമയത്ത്, വേദലക്ഷ്മി ഒക്കെ കിച്ചണിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്പോട്ടിൽ അവർ പ്രശ്നം വൈകിയപ്പോൾ അല്ലേ? അന്ന് രാത്രി ഇവരാരും ഫുഡ് വെച്ചിട്ടില്ല. ചോദിച്ചോ? ചോദിച്ചു. ആരും ചോദിച്ചിട്ടില്ല അന്ന് രാത്രി. ടാസ്ക് കഴിഞ്ഞപ്പോ ഇവര് കിടന്നുറങ്ങിയല്ല. പിറ്റത്തെ ദിവസമാണ് ഇവര് ഫുഡ് തന്നില്ല എന്ന് പറയുന്നത്. രാത്രി ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് എല്ലാരും ചോദിച്ചുണ്ടാക്കുമായിരുന്നു. അക്ബർ പറയുന്നല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇവരും ടാസ്ക് കളിച്ചു. ഈ പറഞ്ഞ 3 പേരും ടാസ്ക് കളിച്ചിട്ടുണ്ട്. ഇവരോട് ഒന്നിനെയും ഫുഡ് ഉണ്ടാക്കാൻ പറയാം.
അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാക്കാം സ്വയം. കട്ടെടുത്ത് തിന്നുന്നുണ്ട്, സ്വയം ഉണ്ടാക്കി തിന്നുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇവരാരും അത് ഉണ്ടാക്കാനും മുതിർന്നിട്ടില്ല. എല്ലാവരും ഒരേ ടാസ്ക് കളിച്ച് ഒരേപോലെ തളർന്ന് എല്ലാവരും ഒരേപോലെയാണ് കടന്നുപോയത്. പിറ്റേ ദിവസം ഒരേപോലെ ചെയ്ത ഒരു കാര്യത്തിന് പിറ്റേ ദിവസം എടുത്തൊരു കണ്ടന്റ് ആക്കുമ്പോൾ വെസലിന്റെ കാര്യം ഇവർക്ക് തിരിച്ചു പറഞ്ഞൂടെ? തിരിച്ചു പറയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരേപോലെ പണിയെടുക്കുന്നതാണെങ്കിലും അവിടെ വെസൽ ഒന്നും കിടപ്പില്ലായിരുന്നു, കഴുകി വെച്ചിട്ടുണ്ട്. അല്ല, അതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. പിറ്റേ ദിവസം ഷാനവാസ് അടക്കമുള്ള ആൾക്കാർ, ഞാൻ ലൈവ് ഫുള്ള് കാണുന്നത്, ഷാനവാസ് അടക്കം ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു കറുത്ത ഒരു പാത്രം ബൗള് കഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം കഴുകാന്നുണ്ട്. ഇത് വെസൽ ടീമിലെ ഷാനവാസാ. രാത്രി എന്ത് ചെയ്ത് കഴിച്ചത് അവിടെ അതേമാതിരി കൊണ്ടുപോയിട്ട് കഴുകിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് സിംഗിൾ പാത്രം ഒന്നും കാണുന്നില്ല. ഒരു പാത്രമേ കാണാത്തുള്ളൂ, പുറത്ത് 2-3 പാത്രങ്ങളുണ്ട്. പുറത്ത് 2-3 പാത്രം ഉണ്ടെങ്കിൽ നമ്മളത് പാത്രം ആയിക്കോട്ടെ, അതിനകത്ത് കറ ഉണ്ടെങ്കിൽ ചെറിയ കറയല്ലേ സായി, പറ്റില്ല. അവനവന്റെ ഡ്യൂട്ടി എടുക്കണ്ടേ? ഇവരോട് അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പറഞ്ഞൂടെ? അവർക്ക് ഡ്യൂട്ടി എടുത്തിട്ട് ഇപ്പൊ ഇവിടെ അനുമോള് ഡ്യൂട്ടി എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തു, പൂർണ്ണമായിട്ടും ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ചെയ്യുന്നത് എന്താ? അവര് ചെയ്തിട്ടില്ല, അവര് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. വേണ്ട, അവര് ചെയ്തു, ഇവരും ചെയ്തു. ഭക്ഷണം ഉണ്ടാക്കി ബിഗ് ബോസ് ഹൗസില് ഭക്ഷണം ഞാൻ പറയട്ടെ, ഇവര് ചെയ്തില്ല അത് വിചാരിച്ച് മറ്റൊരു ചെയ്യാതിരിക്കണോ? മറ്റോ ചെയ്യാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിപ്പം അവര് ചെയ്ത ഒരാളെ അക്ബറും അനുമോളും ആര്യനും ഈ പറഞ്ഞ ഷാനവാസും എല്ലാരും കൂടി ഉണ്ടായ അടിയാ. ഇതിനകത്ത് ഷാനവാസ് അത് കഴുകാൻ റെഡിയാ. വെസൽ ടീം ക്യാപ്റ്റൻ ആരാ? അനുമോള് ചെയ്യില്ല, ഷാനവാസിനെ കൊണ്ട് ചെയ്യിക്കൂല്ല. അവര് ചെയ്യാത്തൊരു കാര്യം ഇവര് വന്ന് കഴുകണോ? അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതിനോട് ഞാൻ യോജിക്കുന്നു. അനുമോള് ചെയ്തുമില്ല, ഷാനവാസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. ഈ പറഞ്ഞ ആര്യൻ, നെവിൻ, അക്ബർ, അനുമോള്, ഇതിൽ ആരാ നന്മവരം? ആരും നന്മവരല്ല. ആരാ നന്മവരം അഭിനയിക്കുന്നെന്ന് പറഞ്ഞാൽ ആരാ അഭിനയിക്കുന്നത്? അനുമോള്. അനുമോളിന് പാത്രം ഒന്നും കൊണ്ടുപോയി വെള്ളം ഇങ്ങനെ ആക്കി വെക്കാൻ വലിയ പാടുണ്ടോ? അതാണ് അനുമോളുടെ വാശി അവിടെ ഉണ്ട്, അത് പ്രകടമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ 10 പേരേ ഉള്ളൂ, ഇവര് 3 ആളുമാണ് കിച്ചൺ ഹാൻഡിൽ ചെയ്യണത്. അപ്പോ ഒരു ചെറിയ സാധനത്തിന്റെ മേൽ ഇത്രയും പ്രശ്നം ആക്കണം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു. ശരി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു. ഒരാൾ അവിടെ വയ്യാണ്ട് കിടക്കുന്നു, ഹാർട്ടിന് പ്രോബ്ലം ഉള്ള വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അക്ബറുമായിട്ട് ഇതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവിടെ അത് എപ്പോഴാ? കുറെ കഴിഞ്ഞിട്ടല്ല, സെയിം വീഡിയോനകത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യമേ നിവിന്റെ ഒപ്പം നിന്ന് പറഞ്ഞു അയാളുടെ അഭിനയാണെന്ന്. ഞാൻ അവരെ ഞാൻ പറഞ്ഞത്, ഞാനിട്ട വീഡിയോനകത്ത് ഞാൻ അക്ബറിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, നിവിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ആര്യനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് ആ പോയിന്റ് ആദ്യം പറയുന്നത്. എന്ത് അക്ബർ ഇത് ഒപ്പം ഇരുന്ന് കേട്ട ഒരാളാ, മോശമാണ്. ഞാൻ ഊഞ്ഞാലല്ല, മറ്റേ സുസുക്കി ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.